റവ കൊണ്ടുള്ള ഈ ഒരു രഹസ്യം അറിഞ്ഞാലുണ്ടല്ലോ എപ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അത്രക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് റവ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും എടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. റവന്റെ ചെറിയ തരിയെല്ലാം ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാനുണ്ട്. 100 ഗ്രാം ശർക്കര എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പൊ ഇതുപോലെ മെൽറ്റ് ആയതിനു ശേഷം ഇതിന്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടെല്ലാം പോയതിനു ശേഷം നമ്മൾ അരിച്ചിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഗോതമ്പിന്റെയും റവന്റെയും മിക്സിലേക്ക് നമുക്ക് ഈ ഒരു ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് മിക്സ് ആക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക. ബാക്കിയുള്ളത് നിങ്ങൾ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് ബാറ്റർ ഉണ്ടാവുക. ആ സമയത്ത് നിങ്ങൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ കലക്കിയെടുക്കാൻ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കായി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് മാത്രം നമുക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്നും ഉണ്ടാക്കാൻ സമയം ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ടി ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. റവ ആയതുകൊണ്ട് ബാറ്റർ ചിലപ്പം തിക്കായിട്ടുണ്ടാവും, ആ സമയത്ത് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളിത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണിയപ്പ ചട്ടി എടുത്തിട്ട് അതിൽ വളരെ കുറച്ച് മാത്രം ഓയിലോ വെളിച്ചെണ്ണയോ ആക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ കുഴിയിലും മാവ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ മാവ് ഒഴിക്കുമ്പോൾ 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നിറയെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, കാരണം ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മാവ് ഒഴിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് കുറച്ചും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതി. ഓയിലും വെളിച്ചെണ്ണൊന്നും താല്പര്യം ഇല്ലെങ്കിൽ കുറച്ച് നെയ്യാക്കി കൊടുത്താൽ മതി. ഓരോ കുഴിയിലും കുറേശ്ശെ നെയ്യാക്കി കൊടുത്താലും മതി. എന്നിട്ട് ഒരു സൈഡ് നല്ലോണം കുക്കായിട്ട് വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എല്ലെണ്ണം നമ്മൾ മറിച്ചിട്ടിട്ട് കുറച്ച് സമയം കൂടി വെക്കാം. എന്നിട്ട് കുറച്ച് സമയം കൂടി വെക്കുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ മറ്റേ സൈഡും നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റവ അപ്പം റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. പക്ഷേ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്, എന്നാലും ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ചായ ഉണ്ടാക്കുന്ന സമയത്തെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.